ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുൾ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്ന് നേരെ എന്നെ ഇരിക്കാൻ പോലെ സമ്മതിക്കുള്ള കേസ്. പിന്നെ പിന്നത്തേക്ക് മാറ്റിവെച്ച എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ വരൂല, വീഡിയോ വരൂല. ഞാൻ എന്റെ ബാക്ക് ടു സ്കൂൾ എടുത്തു വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുള്ള സമയം കിട്ടില്ല കാരണം സ്കൂളൊക്കെ തുറന്നോണ്ട്. ഇത് ഈ വീഡിയോ കിട്ടിയതിന് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും, കുറച്ച് ലേറ്റ് ആണെന്നാലും. ഓക്കെ, പിന്നെ ഫുൾ എക്സൈറ്റഡ് ആണ് ഗിഫ്റ്റ്സ് ഒക്കെ നോക്കാനും എല്ലാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഡാഡിയുടെ ഒക്കെ കാണിക്കും, ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും ചെയിൻ ആൻഡ് റിംഗ്. ഫസ്റ്റ് ഡാഡിന്റെ ഇത് മാറ്റി വെച്ചോ, അങ്ങോട്ട് നീക്ക കവർ. ഡാഡ ഗിഫ്റ്റ് ചെയ്ത ചെയിൻ നെക്ലസ്. അത് ഭയങ്കര മിനിമൽ ആൻഡ് ക്യൂട്ട്, നല്ല രസമുണ്ട്. അതിന്റെ ചെയിനൊക്കെ നല്ല രസമുണ്ട്. കാണിച്ചുതരാം. ഒരു മിനിറ്റ് നേരെ വെച്ച് കാണിച്ചുതരാം. എന്ത് രസമാണ്. എനിക്ക് സിമ്പിൾ ചെയിൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. സിമ്പിൾ ചെയിൻസ്, റിങ്സ് ഒക്കെ ഉണ്ടോ? ഈ ചെയിൻ നോക്കി അതിലിങ്ങനെ സ്റ്റോൺ മീൻസ് ഡയമണ്ട്സ് ഒക്കെ. നൈസ് വൺ. അപ്പൊ ഇത് ചെയിനാണ്, നെക്ലസ് ആണ്. പിന്നെ ഡാഡ വന്നിട്ടുള്ള റിംഗ് ആണ്. അതും കൊള്ളും. റിംഗും നല്ല രസമായിട്ടുണ്ട്. റിംഗ് ഇതൊക്കെ ബർത്ത്ഡേ വ്ലോഗില് ഇട്ടിട്ടില്ലേ? ഇട്ട് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു ഡാഡാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയിനൊക്കെ. അടുത്ത ഉമ്മച്ചി. അടുത്തത് ഉമ്മച്ചീൻ്റെ വാച്ച്. വാച്ച് എനിക്ക് മെയിൻ സാധനം. ഞാൻ പുറത്ത് പോകുമ്പോ ഇട്ടില്ല കുറവ്, പക്ഷെ സ്കൂളുള്ളതുകൊണ്ട് ഡെയിലി ഇടും. കാരണം എന്തിനാ, ടൈം എത്ര, ഈ പീരീഡ് കയ്യാറായോ, എപ്പോ വീട്ടിൽ വരും, ഈ പീരീഡ് കയ്യാറായോ എന്നൊക്കെ നോക്ക്. അപ്പൊ എനിക്ക് വാച്ച് ഞാൻ മെയിൻ ആണ് എനിക്ക്. അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു വാച്ച്, എൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് വാച്ച് ഇതുവരെ ഇല്ല. അതെന്റേത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടല്ല, അപ്പൊ ഭംഗി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉമ്മച്ചി വിചാരിച്ച ആ ടൈപ്പ്. എന്റെ ഉള്ളത് മറ്റേ ക്ലോത്ത് ടൈപ്പ്, എന്താണ് അതിന് പറയുന്നത്, സ്ട്രാപ്പ് അങ്ങനത്തെയാണ്. ഇങ്ങനെ ചെയിൻ ടൈപ്പ് ആയിട്ടില്ല. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് എന്താ ഷിമ കാണിക്കണ്ടേ? Your girls. Yes. Your girl. Happy birthday to you. Happy birthday to you. Happy birthday. Okay. ഇപ്പൊ ഒരു ബൈ ബൈ. അപ്പൊ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജും എനിക്ക് സെൻഡ് ചെയ്ത ഗിഫ്റ്റ് ആണ്. അഞ്ജുമിന്റെ വീട് കാസർഗോഡിലാണ്. അപ്പൊ അവിടുന്ന് എനിക്ക് വേണ്ടി നൈസായിട്ട് അഞ്ജുമിന്റെ മദർ കൂടെ ആന്റിയൊക്കെ കൂടെ അഡ്രസ് ഒക്കെ ചോദിക്കണ്ടായിരുന്നു മച്ചി. പറഞ്ഞു നെക്സ്റ്റ് മന്ത് വരാനാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അഞ്ജും വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അഞ്ജും വന്നില്ല. അഞ്ജും ഗിഫ്റ്റ് സെൻഡ് ചെയ്തു. സർപ്രൈസ് ആയിട്ട് അഞ്ജുനെ മീറ്റ് ചെയ്യണം. എന്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ് അഞ്ജും. BFF. അതന്നെ. ഹായ് സോനിത്ത, എവിടെയായിരുന്നു? മൂന്ന് പിള്ളേർക്ക് 3 ബലൂണും ഒരു ചെറിയ ബലൂണൊക്കെ. അവിടെ വെച്ചോ. ആ കേക്ക് അവിടെ കവർ ആക്കണ്ടായിരുന്നു. തിരിച്ചോക്കല്ലേ? അഞ്ജുമിന്റെ ഗിഫ്റ്റ്. അഞ്ജും, are you excited? നൂഡിൽസ് ഒക്കെ ഞാൻ അഞ്ജുമ്മ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഫോട്ടോസ് സെൻഡ് ചെയ്യും, സ്നാപ്പ് പോലെയൊക്കെ. അപ്പൊ അഞ്ജും ഞാൻ ഇങ്ങനെ നൂഡിൽസ് ഒക്കെ കഴിക്കും, അഞ്ജും നൂഡിൽസിനൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ പറയും ഇതെന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആണ്. അപ്പൊ അഞ്ജും എന്റെ. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ ഭയങ്കര സിമിലർ ആണ്. അപ്പൊ അഞ്ജും എന്ന് പറയുമ്പോ കറക്റ്റ് സോൾമേറ്റ് ഉണ്ട്. ഞാൻ എങ്ങനെയാണ് അതേപോലെ അഞ്ജും. ഷാനത്ത ബേബി തന്നവളില്ല എല്ലാരും.
ആയിത്ത ഞാനും കൂടി സംസാരിക്കേ. ഞങ്ങൾ രണ്ടും മമ്മിമാരും എന്താ സംസാരിക്കണം മക്കളുടെ കുറ്റം. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കും തന്നെയാണ് വെയിറ്റ്. അപ്പൊ തന്നെ ശാന്തത ബേബി പറയും അഞ്ചു അതേ അണ്ട് നോക്കുമ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് കഴിക്കണം. ഇന്റർവ്യൂ ചെയ്യുന്ന അഞ്ചു കഴിക്കണം. അപ്പൊ ഇവര് തമ്മിൽ അത് പറഞ്ഞ് ചിരിച്ച് എന്റെ ഉമ്മച്ചിക്ക് ബേബിത്ത ഇങ്ങനെ അയച്ചു കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ ഇങ്ങനെ ചിരിക്കണം. ഞങ്ങൾ തമ്മിൽ ഇതാ സംസാരം. ഫുഡ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ പഠിത്തത്തിനെ കുറിച്ച് സംസാരിക്കല്. ഞങ്ങൾ മമ്മിമാര് കുട്ടികളെ കുറ്റം പറയും. കുട്ടികളായി നമ്മുടെ കുട്ടിയോട് അവര് പറയണേന്ന് ആക്ച്വലി കിഡ്സിനെ കുറിച്ചുള്ള ഒരു പറയുമല്ലോ. അതന്നെ ഈ കളിയാക്കലും പിടിക്കലും. എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ഇത് നോക്ക്, ഗ്ലാസ് സക്കുറ ഗ്ലാസ്. സുനുവിന് വേണമെന്ന് പറഞ്ഞതല്ലേ? അതോലെ ഭയങ്കര പിങ്ക്. ഇത് ഓപ്പൺ ആക്കട്ടെ. സ്ട്രോ ക്യൂട്ട് വൺ റൈറ്റ്. ക്യൂട്ടാണ്. എനിക്ക് ഗ്ലാസ്സിന് ഞാൻ ഭയങ്കര ക്യൂട്ട് സ്റ്റഫിനോട് എനിക്ക് പ്രാന്താണ്. നല്ല രസമുണ്ട്. എന്റെ ഒന്ന് പൊട്ടിപ്പോയായിരുന്നു ഇങ്ങനെ ഗ്ലാസും ബോട്ടിലൊക്കെ. അതൊരു ഭയങ്കര വലിയൊരു മതി ആശ്ചര്യം. ഞാൻ 1 മണിക്കൂർ പിടിക്കേണ്ടി വരും. ഭയങ്കര ഇഷ്ടമായി. അഞ്ജും താങ്ക് യു വെരി മച്ച്. ഞാൻ അഞ്ജുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ താങ്ക് യു ഒക്കെ പറഞ്ഞ് കുറേ ഓരോന്നൊക്കെ പറഞ്ഞ്. താങ്ക് യു സോ മച്ച് അഞ്ജും. നമുക്ക് മീറ്റ് ചെയ്യണം. This bag is pretty yaar, by the way. Bag എനിക്ക് ഭയങ്കര ഇഷ്ടമായി. This is our favorite. രണ്ടുപേരും കഴിക്കണ തരണം ഉണ്ടാക്കുമ്പോ. സെയിം മറ്റേ ഞാൻ എന്റെ ഫേവറേറ്റ് ഇതാണ് ഫ്ലേവർ ആണ് തായ്ലൻഡ് പോയപ്പോ എത്ര കഴിച്ചു. ഫേവറേറ്റ് അഞ്ചും നമ്മള് മിനി ഉൾപ്പെടുത്തണം. വായിക്കുമ്പോൾ ഒരു 4-5-6 പാക്കറ്റ് അയക്കണം. ഇതെല്ലാരും ഫേവറേറ്റാ. ഗ്ലാസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കില്ല? ക്യൂട്ട് ആയിട്ടുള്ള ഗ്ലാസ്. പിന്നെ ചോക്ലേറ്റ്, ഡയറി മിൽക്ക്, അഞ്ചും ഇതായിക്കുമ്പോ പറഞ്ഞായിരുന്നു എല്ലാരും ഷെയർ ആക്കി കഴിച്ചോന്ന്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് സ്ട്രോ മറ്റേ ടൈപ്പ് സ്ട്രോ. ഇത് എല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളത്. ഈ സ്ട്രോ ഒക്കെ മറ്റേ പ്ലെയിൻ സ്ട്രോ ഇല്ലേ ഇപ്പോഴത്തെ ഒരു ഇത് ആ ടൈപ്പിലുള്ള. ചോദിക്കുകയും ചെയ്തല്ലേ പ്ലെയിൻ സ്ട്രോ വേണമായിരുന്നു. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ. പൊട്ടിക്കണ്ട വേറെ വ്ളോഗിലൊക്കെ കാണാം. ട്രാൻസ്പെറന്റ് സ്ട്രോ. So this is all about Anjum's bag. ഇതില് ഉണ്ടെന്ന് തോന്നുന്നു. Let's see. ഇതിലല്ല. രണ്ട് സൈഡാണല്ലേ? Oh my god, seriously? നമ്മൾ അത്രയല്ല എക്സ്പെക്ട് ആക്കിയുള്ളൂ അല്ലേ? അത് അഞ്ജുവിന് തന്നെ അറിയാം. അഞ്ജുവിനാണെന്നൊക്കെ പറയുമ്പോ കൊറേ ജേർണലിങ്, ഡ്രോയിങ്, അങ്ങനെ കൊറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് ഓരോന്ന് കൊറേ ചെയ്യും. അതാ പറയാ അഞ്ജുവിന്റെ സെയിം ടേസ്റ്റ് ആണ്. നോക്കട്ടെ എന്തൊക്കെയാണ്. എന്ത് ക്യൂട്ടാണ്. അടിപൊളി ഡിസൈൻ പെന്നാണിത്. കൊള്ളാം. റോളർ ഡിസൈൻ ഡബിൾ ഹെഡ്. നെക്സ്റ്റ് അടിപൊളി ക്യൂട്ട് വൺ. കൊള്ളാലേ? അടുത്ത നിങ്ങൾ രണ്ടുപേർക്കും കൊറിയ പോകാൻ ആഗ്രഹമാണ്. ഞങ്ങള് ഫുൾ കൊറിയൻ ഫാനാണ്. കെ പോപ്പ്, കെ ഡ്രാമാസ്, മീൻസ് എല്ലാ ഡ്രാമാസ് ലാംഗ്വേജ്. സ്റ്റിക്കർ. പിന്നെ ഇത് വാഷി ടേപ്പ് ആണ് തോന്നുന്നു. വാഷി ടേപ്പ്. ജേർണലിക്ക് പ്രാന്താണ് ഞാനും അഞ്ചുമൊക്കെ.
അടുത്ത സ്റ്റിക്കേഴ്സ് ടേപ്സ് ഒക്കെ. വാട്ട് ഈസ് ദാറ്റ്? ഡയറിയാ? ആ ഇത് ജേർണലിലേക്ക് പറ്റിയൊരു ഓപ്പൺ ചെയ്ത് പ്രിറ്റി പ്രിറ്റി പ്രിറ്റി. ഓപ്പൺ ഇറ്റ്. അതൊക്കെ കൊള്ളാട്ടാ. കറക്റ്റ് സുനുവിന്റെ മൈൻഡിൽ ഉള്ള ടൈപ്സ്. ജേർണലൊക്കെ ചെയ്യാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. ഇതുപോലത്തെ ഒരു ഫ്രണ്ട് എനിക്കില്ലത്. കണ്ടിട്ട് എന്നോട് സഹായം വരും വരും വലുതാകുമ്പോ വരും കേട്ടാ. ഒരേ അടുത്ത കാലുവേദന എടുക്കുന്ന മനുഷ്യണ്ട്. ലാഗടിക്കല്ലേ? നീ സമാധാനത്തിൽ ഇരുന്നിട്ട് കാണും. പിന്നെ എന്നാലും എനിക്ക് എക്സൈറ്റ്മെന്റ് എനിക്ക് നോക്കട്ടെ. സ്റ്റിക്കറിന്റെ ബുക്ക് സീരിയസ്ലി തിരിച്ചു കാണിച്ച്. പ്രോഡക്ട്സ് ആണല്ലോ. ഫുൾ സ്റ്റിക്കേഴ്സ് കൊറേ പേര്. അഞ്ചോ ഗേൾ യാ. നൈസ് യാ. കൊള്ളാട്ടാ പൊളി. You know her very well. I'm proud of you. നെക്സ്റ്റ് ഇവരത്ര സംസാരിക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് വാഷിംഗ് അയ്യോ പാവം ഗേൾ യാ. ഷീസ് ചെയ്യണോട്ടാ അതൊക്കെ വെച്ചിട്ട്. ഞാൻ ചെയ്യുന്നത്. അവൻ അഞ്ചുമിനെ മെൻഷൻ ചെയ്യാം. ഇത് അഞ്ചും ഇത് അഞ്ചും. ക്യൂട്ട് ക്യൂട്ട്. പക്ഷേ ഈ സിപ്പ് ഓപ്പൺ ആക്കിയപ്പോ ദാറ്റ് വാസ് റിയലി സർപ്രൈസ്. എനിക്കൊരു സർപ്രൈസ് ആയി. ഞാൻ വിചാരിച്ച ഈ ഒരു സൈഡ് മാത്രം. ഹാപ്പി. ആ സൈഡ് മാത്രാന്ന് വിചാരിച്ചേട്ടാ. സീരിയസ്ലി അഞ്ചു സീക്രട്ട് പൗച്ച് എന്തെങ്കിലും ഉണ്ടാ നോക്കിക്കൂ. ഒന്നില്ലല്ലോ. ഓൾ ഡൺ അല്ലേ? ലവ് അഞ്ചു. ഹാപ്പി ബർത്ത്ഡേ ലവ് അഞ്ചും. അഞ്ചും വി ലവ് യു ഗേൾ. അടിപൊളിട്ടാ. യു നോ സുനു വെരി വെൽ. ഓക്കെ താങ്ക് യു. ഡാഡ കണ്ടിട്ടില്ല ഈ സൈഡ്. ഡാഡ ആ സൈഡ് കണ്ടിട്ടുള്ളൂ. പിന്നെ കാണിക്കാം. എല്ലാം കാണിച്ചു കൊടുക്കണ്ടേ. ഓക്കെ ഫൈനൽ. നെക്സ്റ്റ് ഓ ദിസ് ഈസ് സോ ഗുഡ്. എവിടെ തന്നെ എടുക്കാല്ലേ ഓരോന്ന്. മറ്റേ നമ്മുടെ ഇത് എടുക്കാം. കാണിച്ചോ. ഓക്കെ ഓക്കെ ആ ഫോട്ടോ ഫ്രെയിം ആ യാ. കാണിക്കാം. ഇത് ആതിര ചേച്ചി ഡ്രോ ചെയ്തതാണ് എന്നെ. ഞങ്ങൾക്ക് എല്ലാവരുടെ ബർത്ത്ഡേനും Yeah. ആനിവേഴ്സറി മീൻസ് എല്ലാത്തിനും ആതിര ചേച്ചി ഡ്രോ ചെയ്ത് ഓരോ ആൾക്കാരെ She ഡ്രോ take an effort. Thank you. ഒരു പെർഫെക്ഷൻ ഡ്രോ ചെയ്യുമ്പോ നല്ല ഫുൾ ഷെയ്ഡ് ഒക്കെ ചെയ്ത് നൈസ്. അടിപൊളി. ആതിര ചേച്ചി നൈസ്. താങ്ക് യു ആതിര. നെക്സ്റ്റ് ഫുൾ മഷ്മീനാണ്. ഇനി മേലെ കപ്പില്ല സ്ട്രോ ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇത് എന്റെ മൈൻഡില് നിങ്ങൾ ഇപ്പൊ ഒന്ന് ജെൻസി ഒന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ മൈൻഡിൽ ഇപ്പോഴും ഞാൻ പണ്ട് കണ്ട UKG സുനാണ്. അപ്പൊ എല്ലാം ഞാനൊരു പിങ്ക് വൈബില് എന്റെ ഞാനങ്ങനെയാണ് ഫുൾ പിങ്ക് ആ വൈബില് ഞാൻ പിടിച്ചിട്ടുള്ളത്. സ്ട്രോയില് വെക്കാനും സാധനം. ആൻഡ് യു നോ വാട്ട്, ആദ്യം ഞാൻ എന്താ എടുത്ത് അറിയോ? എബുൻ എടുത്ത പോലത്തെ. എബുൻ ഞാൻ ഒന്നെടുത്തിട്ടുണ്ട്. സെയിം നിനക്ക് പിങ്ക് എടുത്ത്. ലൈക്ക് വേണ്ട കൊച്ചു വലുതായിട്ടുണ്ട് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. സ്ട്രോ അതിൽ വെക്കാനുള്ള ഒരു ഡെക്കർ പോലെ. ഇനി കുടിക്കലായിരിക്കും നീ ഇതില് ഷെയ്ക്കും അതും. ഡാഡ എന്റെ കൊല്ലു തോന്നുന്നേ ഓരോന്നും മേടിച്ചെടുത്ത്. സീരിയസ്ലി എനിക്ക് ക്യൂട്ടായിട്ടില്ല ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ. നൈസ് വൺ റൈറ്റ്. എനിക്ക് ഇഷ്ടമായത്. സുന സ്കൂളിൽ പോകുമ്പോ ഞാൻ കുടിക്കാം. വെറുതെ എക്സ്പ്രഷൻ സത്യം. എനിക്ക് ക്യൂട്ടായിട്ടുള്ള സാധനം സൂക്ഷിച്ചോ നിന്റെ റൂമിൽ തന്നെ വെച്ചോ. സൂക്ഷിച്ചു വെച്ചോ 2 ഗ്ലാസ്. വെച്ചിട്ട് നമുക്ക് കാണിച്ചുതരാം. സ്ട്രോങ് ഇടും അടിപൊളിയായിരിക്കും. നൈസ് റൈറ്റ്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായപ്പോ നൈസ്. ഓക്കെ ഭയങ്കര ക്യൂട്ട്. എന്റെ ഒരു ഇതാണ് ഫുൾ ഗിഫ്റ്റ്സ് ഒക്കെ. നിനക്കറിയാലോ എനിക്കും അങ്ങനത്തെ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടമൊന്നും. നോക്കട്ടെ
ഓ നിന്റെ എക്സ്പ്രഷൻ കാണുമ്പോ കുറച്ചുകൂടെ ക്യൂട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തപ്പോ ഞാനൊരു ഡബിൾ മൈൻഡിലൊക്കെ എടുത്തത് ബിക്കോസ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവണുണ്ടായിരുന്നില്ല അവിടെ പോയി മനസ്സിലായ എനിക്ക് കുറച്ചുകൂടി നിനക്ക് വേണം ഇന്ന് ഡേ ആയാലും ഞാൻ ഉമ്മിന്റെ അടുത്ത് എന്താ പറഞ്ഞ ചോദിക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എടുത്ത ഐറ്റംസ് ഒന്നും എനിക്ക് ഇനിയും ഒക്കെ എടുക്കണോ ഇനി എടുക്കണോ This is pretty. Cute items. Seriously, this is pretty. ഞാൻ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കൗണ്ട് ആക്കി പറയൂ ഇതില് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഫുൾ വൈറ്റ് ബ്ലാക്ക് കളർ ഫുൾ വൈറ്റ് ഉണ്ടായിരുന്നു അതും ക്യൂട്ട് ആയിരുന്നു പിന്നെ ഉമ്മി ഏതെടുക്കണോ അപ്പൊ ഇതാണ് ക്യൂട്ട് വേറൊരു കളറ് ഫുള്ള് വൈറ്റ് പിങ്ക് ഇത് പ്രിറ്റി നിന്റെ ബെഡ് വെക്കാൻ ഓവർവെൽംഡ് മനസ്സിലാവും അത് ഓ ഇങ്ങനൊക്കെ പോട്ടെ എന്ത് രസമല്ലേ അത് കവറാക്കണ്ട കേട്ടോ സൈഡ് ഹെഡ് ഷുഗർ ബോഡി സ്ക്രബ് You were saying scrub വേണം അപ്പൊ ക്യൂട്ട് ഇത് പാക്കേജ് ബോഡി സ്ക്രബ് ഇനൊക്കെ കുളിക്കടി പോയിട്ട് പോ ഇപ്പൊ തന്നെ കുളിച്ചിട്ട് ഇങ്ങനെയൊക്കെ അശ്വിനോട് ബാത്റൂം ഒക്കെ ക്യൂട്ടാണ് കാണാൻ ആക്ച്വലി അവിടെ വെക്കട്ടെ അല്ലേ ഓ ഇങ്ങനെ വേണം സോണു കണ്ട് പഠിക്ക് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് ഹൗ ഹാപ്പി ഷീസ് നിനക്ക് വല്ലോ ഇതൊക്കെ തന്നായിരുന്നേക്കാ സ്ക്രബ് ഉണ്ട് ഡോൾ ഉണ്ട് അപ്പൊ സ്ക്രബായി ബോഡി വാഷ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഷി വാസ് പ്ലാനിങ് സ്ക്രബ് ഓക്കെ സ്ക്രബ് ഉണ്ട് മിസ്റ്റ് ഇങ്ങനെ ബോഡി ഷിമ്മറി അടിക്കാം നമുക്കില്ലല്ല ഇത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് നെക്കിലൊക്കെ ഇങ്ങനെ അടിച്ച് കയ്യിലൊക്കെ അടിച്ച് നൈസ് ആയിരിക്കും ഫുൾ ഫിനിഷിങ് ആയിരിക്കും സൈഗുൻ അടിക്കും സൈഗു ഷിമ്മരി ആവട്ടെ ഷിമ്മരി അടുത്ത എടുക്കൂ സൈഗു തിളങ്ങിയ സൈഗു ക്യാമറ കാണുന്ന എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും പൊടി പൊടിയായിട്ട് നല്ല രസമായിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്തടിക്കണം ചുനി ഇങ്ങനെ നെക്കിലൊക്കെ അടിപൊളിയായിരിക്കും രാത്രി നൈറ്റ് പരിപാടിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും What is that? ഇത് ഹുക്ക് Yeah, you want this, right? ഇങ്ങനെ നീ എന്തൊക്കെ സ്റ്റിക്കർ ഇതൊക്കെ ചെയ്യൂല അപ്പൊ ഞാൻ കണ്ടപ്പോ I thought നിനക്ക് വേണ്ടി വരും ഫേസ് ടവല് അതൊക്കെ ഞാൻ ഹാങ് ചെയ്യാനൊക്കെ Oh, that doll is looking pretty, yaar. ഇത് മേടിക്കുമ്പോ ഡാഡ് വാസ് ലൈക്ക് കുറെ ഡയറീസ് ഉണ്ട് അവക്ക് ഞാൻ പറഞ്ഞു വാട്ട് എവർ ഹലോ കിറ്റി ഈസ് ഹലോ കിറ്റി അത് വേണം അതുകൊണ്ട് കളക്ഷൻ ആണ് ഇപ്പൊ ഉള്ളത് ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗേൾസ് ഫുള്ള് കളക്ടിങ് ഡയറീസ് ജേർണലിംഗ് സ്റ്റിക്കേഴ്സ് ഫുൾ അങ്ങനെയാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹലോ കിറ്റി നോ കോംപ്രമൈസ് വി ബോത്ത് ആർ എ ഫാൻ ഓഫ് ഹലോ കിറ്റി ക്യൂട്ടായി തോന്നി അപ്പൊ ഐ തോട്ട് യാ ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്യൂട്ട് ദിസ് ബർത്ത്ഡേ ഈസ് റിയലി ഗുഡ് ആക്ച്വലി നല്ല ഗിഫ്റ്റ്സ് ഒക്കെ ജേർണൽ ചെയ്യാറില്ല യു ക്യാൻ റൈറ്റ് സംതിങ് കോഡ്സ് അങ്ങനെ എന്തെങ്കിലും യുവർ ഡേ ഹൗ വാസ് യുവർ ഡേ അങ്ങനെയൊക്കെ എഴുതാം ഇപ്പൊ ഓരോ കാറ്റഗറി വെച്ചിട്ട് ഒരു ഡയറി വേണമെങ്കിൽ കൊറിയയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇത് ഫുൾ ഒരു കൊറിയനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങള് ഞാൻ തന്നെ എക്സൈറ്റഡ് ഗിഫ്റ്റ്സ് ഒക്കെ ഒബ്സർവ് ചെയ്ത എന്റെ ഗിഫ്റ്റ്സ് ഓൾ ആർ പിങ്ക് എല്ലാ പിങ്ക് ഷെയ്ഡ്സിലാണ് പിങ്ക് ബ്ലാക്ക് ഒക്കെ എനിക്ക് കളേഴ്സ് ഭയങ്കര പിങ്കാണ് ഞാൻ ഈ പ്രാവശ്യം പിടിച്ചെല്ലാം നോക്കെ എല്ലാം പിങ്ക് 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 നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ എല്ലാം വെച്ചിട്ട് പലതും ഞാൻ മാക്സിമം പിങ്ക് ആണ് ഇതിനെ ഫുള്ളായിട്ട് എടുക്കണോ അല്ലെങ്കിൽ അതിന് ഓരോ സാധനം വൈപ്സ് എന്നൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ ബാഗിൽ വെക്കാൻ അതന്നെ വൈപ്സ് കണ്ടിട്ടല്ല എടുത്തത് പിങ്ക് കളർ പാക്കറ്റ് കണ്ട അവിടെ ആയിരിക്കട്ടെ വേണ്ടി വരുമല്ലോ നിനക്ക് സ്കൂൾ ബാഗിൽ സ്കൂളിലൊക്കെ വെക്കാറുണ്ട് നീ ഡ്രൈ മേടിച്ചായിരുന്നു ഡാഡ് അടുത്ത് പോയപ്പോ വെട്ട് മേടിച്ചില്ലായിരുന്നു സോ ഐ തോട്ട് ലിബാം നല്ല ക്യൂട്ട് പൊട്ടിയട്ടെ പൊടിയട്ടെ പിങ്ക്
അല്ല ഞാൻ പറഞ്ഞ സ്റ്റോറി ഇടയ്ക്ക് ഇടാം. ആ, കുഴപ്പമില്ല. അല്ല സ്റ്റോറി എടുക്കാം. പിങ്ക് നിനക്ക് സ്കൂളിൽ യൂസ് ചെയ്യാൻ പറ്റിയ പോലെ ഞാൻ കുറച്ച് ഐറ്റംസ് ഐ ഹാവ് ബോട്ട്. അല്ല, പൊട്ടിക്കാൻ ഞാൻ. ചെയ്യാൻ പറ്റാ പൊട്ടിക്കണ്ടല്ലോ. അല്ല, എനിക്ക് പാത്രം ഉണ്ട്. വേണ്ട സ്റ്റോറി സ്റ്റോറി ഇട. എന്റെ മോന് ഉണ്ടാവല്ലോ ഇവിടെ തന്തയുടെ തരത്തിലാണ് വിട്ടു വന്നത് ഞാൻ. ആ, ഉണ്ടാവും. ബസ് വന്ന് ഐലൈനർ. You told at the finish I sketch. ഗ്രീൻ Seriously? ഗ്രീൻ ഓ ഗ്രീൻ. No. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അടിയിൽ ഗ്രീൻ കുഴപ്പമില്ല, ഗ്രീൻ ട്രൈ ചെയ്യാം. നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. ഗ്രീൻ ഒക്കെ ഇട്ടിട്ട് അപ്പൊ അവിടെ ഗ്രീൻ ആയിരുന്നോ? എല്ലാ കളേഴ്സ് കളേഴ്സ് ഉണ്ടാവും ചിലപ്പോ. ഗ്രീൻ ഒക്കെ വെറൈറ്റി. ഞാനും ഇടക്ക് ലാക്മേയുടെ ബ്ലൂ ഇടുമായിരുന്നു. ഞാൻ നിന്റെ ഇട്ടിട്ടുണ്ട്. അത് പക്ഷെ അതിന്റെ പേരൊക്കെ ബോ നോട്ട് പിങ്ക്. ബോ ബോ കണ്ണുള്ള ഗ്രീൻ ഇരിക്കട്ടെ അല്ലേ കളക്ഷനില്. അടുത്ത പ്രാവശ്യം ബ്ലാക്ക് ബ്രൗൺ ഒക്കെ എടുക്കാം നമുക്ക്. ഓക്കെ അഗൈൻ പിങ്ക് ഗൈസ്. അതാണ് കോംബ്. ഡീടാങ്കിൾ ചെയ്യാൻ വേണ്ടിട്ട് വി ഹാവ് സം അതർ കോംസ്. ഇങ്ങനത്തെ നിനക്കില്ല. ഇങ്ങനത്തെ നല്ലതാ, ഇങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പോഴാ സാറ്റിസ്ഫാക്ഷൻ ആയ. തോട്ട് യു നെവർ ലൈക്ക് ഓൾ ദിസ് ബിക്കോസ് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. നിന്റെ റൂമിന് പറ്റിയത് ഐ നോ. ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് ഇവിടെ റിയാക്ഷൻസ് കണ്ടിട്ട്. സുനുവിന് കൊറേ പിന്നെ മഷു പറഞ്ഞായിരുന്നു കൊറേ ഓർഗനൈസേഴ്സ് അങ്ങനത്തെ സ്റ്റഫും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇത് പിന്നെ ഡിയോഡ്രന്റ് ആണ്. റോൾ ഓൺ റോൾ ഓൺ പിങ്ക്. പിങ്ക് വൈറ്റ്. യു ഹാവ് സം അതർ ബ്രാൻഡ്സ് പക്ഷെ ഇത് കണ്ടപ്പോ ഐ ഫെൽറ്റ് ക്യൂട്ട് സോ ഐ ബോട്ട്. കൊള്ളാം. പിങ്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഞാനും മറന്നുപോയി എന്താ mascara. You can use it for school and all simple ആയിട്ടുള്ള ബോ ഫുൾ ബോ പിങ്ക് ബോ. തുറക്കണേ സ്റ്റോറി എടുക്കട്ടെ എന്നിട്ട് പിന്നെ എല്ലാം തുറക്കാം. എന്ത് ക്യൂട്ട്. ഇത് അത്ര ഹെവി ഉണ്ടാവില്ല, ലൈറ്റ് ആയിട്ട് യു ക്യാൻ വെയർ ഡെയിലി. ഞാൻ മസ്കരക്ക് ഇടുമ്പോ മറ്റത് ഹെവി അല്ലേ മറ്റേ ബ്രാൻഡ്. ലൈറ്റ് ആയിട്ട് വാട്ടർ പ്രൂഫ്. ക്യൂട്ട് അല്ലേ? നൈസ് വൺ. ഇരുന്നിരുന്ന് ഞാൻ തന്നെ മന്ദിച്ചു പോയി. ഇട്ടോ ഇത് ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തായിരുന്നു അശ്മി. അത് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അത് വന്നില്ല. എനിക്കൊന്നും ബില്ലിലും ഇല്ല. പിന്നെ ഐ തോട്ട് ഓഫ് ബൈങ് യു ദിസ് മാസ്ക് മറ്റേ. പക്ഷെ നീ ലാസ്റ്റ് ടൈം എടുത്തത് യൂസ് ചെയ്യണ കണ്ടില്ല. സോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞ് വേണ്ട അത് യൂസ് ചെയ്ത കണ്ടില്ല. ഇല്ല ഞാൻ എടുത്തേനെ റൈസിന്റെ ഒക്കെ സ്പെഷ്യൽ ദിവസങ്ങളിലായിരുന്നു. പിന്നെ ആ ഫേസ് മാസ്ക് മീൻസ് ബ്രാൻഡ് സാധനല്ലേ, അതായിരിക്കും കൂടുതൽ ബെറ്റർ എനിക്ക് തോന്നുന്നത്. അപ്പൊ കറക്റ്റ് ആയിരുന്നു ആ ഡിഷ്. ഇത് ഇടട്ടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. പിമ്പിൾ പാച്ച് we never used അല്ലേ till date. നമ്മൾ ഇത് ഡിസൈൻ അല്ലല്ലോ, അത് കാണൂല. I don't know. പ്ലെയിൻ ആണ്. പ്ലെയിൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നീ കാണാറുണ്ടല്ലോ ഇംഗ്ലീഷ് വ്ലോഗ്സിലൊക്കെ. കാണൂല. പ്ലെയിൻ ഞാൻ ഇടാം. ഇത് പ്ലെയിൻ ആണോ? പ്ലെയിൻ കാണൂല, കാണാതിരിക്കാൻ വേണ്ടി നോക്കട്ടെ അതെന്താ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുമല്ലോ. ഇത് ഒട്ടിച്ചിട്ട് ഫൗണ്ടേഷൻ അപ്പൊ അതാവോ പ്ലാസ്റ്റിക് പൊക്കത്താവും. ഞാൻ ഈ സംഭവം യൂസ് ആക്കിയിട്ടില്ല ലൈഫിൽ. ചെറുത് സുനു ഇംഗ്ലീഷ് വ്ലോഗ് ഒക്കെ വെക്കുമ്പോ കാണാൻ പറ്റും. സോറി ഇട്ട് കൊടുത്തേ. ഏത് സൈസ് എടുക്കണ്ടേ ഇതില്? ഏറ്റവും ചെറുത്. വെയിറ്റ് ഇത് രണ്ട് ഇതാണോ? ഏത് സൈഡാ പൊളിക്കുന്നത്? നന്നായി ഇതൊക്കെ എടുത്തത് ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെയല്ലേ? ഇത് സൈസ് നോക്ക്. അല്ല സൈസ് ഇത് സെയിം ചെറുത്. ചെറുതാണോ? ചെറുത്. സുനുന് ഒരു പിമ്പിൾ നമ്മളാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഫൗണ്ടേഷൻ മീൻസ് മേക്കപ്പ് ചെയ്യുമ്പോ സെന്ററിലായിരുന്നു ഇടണ്ടേ ഉമ്മച്ചി അട്ടത്തിലിട്ട്. പക്ഷെ കാണില്ല അത്. ഇരിക്കട്ടെ. ഓക്കെ ഒരേ ഷീറ്റ് ഉള്ളു അല്ലേ? ഒരേ ഷീറ്റ് ഉള്ളു അല്ലേ? ഈ ഒരു ഷീറ്റ് വേണ്ട ഇരിക്കട്ടെ. അത് പിന്നെ കളയണ്ട. മൂന്ന് ഉണ്ടാവൂല്ലേ ഉള്ളിലുണ്ടോ അപ്പൊ? 36 patches. അത് തീരം മേടിക്കാൻ നോ ഇഷ്യൂസ്. ഇത് ഇട്ട് മേക്കപ്പ് ചെയ്യുമ്പോ പിന്നെ ഇൻവിസിബിൾ ആയിരിക്കും. ഇടം നോക്കിയില്ലേ? പക്ഷെ അത് കാണില്ലല്ലേ ആ സാധനം ഇടുമ്പോ ഉള്ള. അപ്പൊ സോനു അടുത്ത 36 അടുത്ത 35 ഇട്ടോ നീ. മുഖത്ത് മൊത്തം പാട് എല്ലാത്തിലിട്ടോ.
What is that? I forgot actually. എന്തൊക്കെയത്? Sanitizer, pink. സ്കൂളിലൊക്കെ നല്ല ക്യൂട്ട് ആയിരിക്കും. ഹാൻഡ് സാനിറ്റൈസർ സ്ട്രോബെറി അല്ലേ? നൈസ്. Yeah. സ്ട്രോബെറി ഒരു മറ്റേ സ്റ്റിക്കി ഫീൽ ഇല്ല അധികം. നൈസ് ആയിട്ടുള്ള സ്കൂളിൽ കൊണ്ടുപോകാനാണ് അതൊക്കെ. സ്ട്രോബെറി സ്മെൽ. ലക്ഷ്മി നോക്കി. സ്ട്രോബെറി ഫ്ലേവർ. And you have one more thing. ബാഗിലൊക്കെ ഇപ്പൊ ഓർമ്മ വന്ന എനിക്ക് അതിനെ തീർന്നായിരുന്നു. സോ ബോട്ട് വൺ മോർ അല്ലേ ഇനിയുണ്ട്. വേറെ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടാ കുറെ കൊടുത്തിട്ട് ഗൈസ് കറി കൊടുത്ത്. ക്യൂട്ട് ആയിട്ടുണ്ട്. ഓ അയ്യോ നോക്കി. പിങ്ക് പിങ്ക് മയം. ക്യൂട്ട്. ഇപ്പൊ എനിക്കൊരു സന്തോഷം. What else? ക്ലോ ക്ലിപ്പ്. ഓക്കെ, ഇത് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി ഒരു ഷിമ്മറി ടൈപ്പ്. എന്റെ കയ്യില് കൊറേ ക്ലിപ്പൊക്കെ അതിന്റെ വീഡിയോ തന്നെ ഒന്ന് ചെയ്യാം. അത്ര ഉണ്ട് ക്ലിപ്പ്. എന്റെ മുടിക്ക് ആ ഒരു സൈസ് വേണം. പിന്നെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി. ആക്ച്വലി അവിടുത്തെ പെർഫ്യൂംസ് യൂസ് ചെയ്യാറുണ്ട്. നിനക്ക് സ്ട്രോങ് സ്മെൽസ് ഒന്നും ഇഷ്ടമല്ല. ആ സ്ഥലത്തെ പെർഫ്യൂംസ് ഒക്കെ നല്ല രസമാണ്. അതിന്റെ ആദ്യമായിട്ട് മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാവൻഡർ സംതിങ്. അഗൈൻ ബോ. യെസ്. അപ്പൊ നിന്റെ ബർത്ത്ഡേ തീമായിട്ട് തന്നെയാണ് ഞാൻ എല്ലാം മേടിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്യട്ടെ. ഇവിടെ ഞാൻ അടിച്ചല്ല. അപ്പുറത്തെ നിങ്ങളെ സ്മെൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഗൈസ്. നോക്കട്ടെ സൈഗു. നല്ലോണം ഇതാക്കാം. കൊള്ളാം. ഒരു ഒരു എന്താ പറയാ സോഫ്റ്റ് സ്മെൽ. അതായത് ഭയങ്കര ഇതല്ല. അവിടുത്തെ എല്ലാം അങ്ങനെ ഒരു ഗേളിഷ് ബേബി ഫ്ലോറൽ. അതിങ്ങനെ അടിച്ചിങ്ങനെ ഒരു അസ്വസ്ഥ. എനിക്ക് പെർഫ്യൂംസ് ഞാൻ അധികം ഇടാറില്ല. പക്ഷെ ഇടുന്നെങ്കിൽ അവിടുത്തെ ഇടും രണ്ടും എന്താ പറയാ മറ്റേ സോഫ്റ്റ് ആയിരിക്കണം. എനിക്ക് മൈൽഡ്. ഭയങ്കര എനിക്ക് ചിലത് ഛർദിക്കാനൊക്കെ വരും. ഭയങ്കര സ്മെല്ലേ. ഭയങ്കര എബുനും അങ്ങനെയല്ലേ ചുമൊക്കെ വരുവാണ് കുത്തല്. സോനു സ്കൂളിലൊക്കെ നല്ല മൈൽഡ് സ്മെല്ലായിരിക്കും. സോഫ്റ്റ് അല്ല മൈൽഡ്. വേർഡ് കിട്ടുള്ളായിരുന്നു. ശരിക്കും ഇത് ഓക്കെ അല്ലേ സുനു? എനിക്ക് സ്കൂളിൽ യൂസ് ചെയ്യാല്ലേ? നല്ല സ്മെല്ല്. ഇത് ഉണ്ടായിരുന്നില്ലേ നിനക്ക്? ഉണ്ടായിരുന്നില്ലേ നിനക്ക്? ഇത് എനിക്ക് കുറച്ചും കൂടെ ഉണ്ട്. കുറച്ച് ഈ ഒരു എന്തോ പറഞ്ഞ പോലെ തോന്നിയപ്പോ ഐ തോട്ട് അത് ഉള്ളേ ഉള്ളു. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് തായ്ലാൻഡിൽ നിന്ന് മേടിച്ചത് എനിക്ക് ഇഷ്ടമില്ല. അത് ഭയങ്കര മൈൽഡ് അല്ല. മൈൽഡ് അല്ല ഭയങ്കര. അല്ല അതെങ്ങനെയാ കോക്കനട്ടിന്റെ ഫ്ലേവർ ആണ്. പക്ഷെ നമ്മ കാറിച്ച കൊപ്ര ഇല്ലേ എബ് എന്താ ചെയ്യണത്? അത് നമ്മൾ ആക്ച്വലി ഡാഡ് ഉണ്ടോ അവിടെ? നമ്മള് തായ്ലൻഡിൽ നിന്ന് മേടിച്ചല്ലേ. അത് നല്ല ബ്രാൻഡാണ്. പക്ഷെ അതിന്റെ ഇത് ഫ്രേഗ്രൻസ് ഭയങ്കര എനിക്ക് അവിടുന്ന് ട്രൈ ചെയ്തപ്പോ ഇഷ്ടായിരുന്നു അശ്മി. പിന്നെ അത് കുറച്ച് അവിടുന്ന് ട്രൈ ചെയ്തപ്പോ നല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ് തുടങ്ങിയപ്പോ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ എടുത്തത്. എനിക്ക് ഇഷ്ടമായി. പിന്നെ ഹാൻഡ് ക്രീം ഒക്കെ ഇട്ട് ഞാൻ പുറത്തു പോകുമ്പോ ഉമ്മച്ചി ഇതെന്താടാ ഒരു അറിയാത്ത അതൊരു സ്മെല്ലിങ് ഇടാറില്ല പെർഫ്യൂമാണൊക്കെ. അപ്പൊ ഈ ഹാൻഡ് ക്രീം നല്ല സ്മെല്ലാണ്. നല്ല സോഫ്റ്റ് ആവും കൈ. ഇത് നല്ലതാ. ബെഡ് പിങ്ക്, ഗിഫ്റ്റ്സ് പിങ്ക്, പിങ്ക് 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 ഓർഗനൈസർ. നീ ലോണ്ടറീസ് ഒക്കെ ഇടാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ആക്കണോ? വേണ്ട. അപ്പൊ ഞാൻ അഡീഷണലി നോട്ട് ആസ് എ ഗിഫ്റ്റ്, ഇത് നിനക്ക് എസെൻഷ്യൽ ആയിരുന്നു, അതുകൊണ്ട് ഐ ബോട്ട് ഇറ്റ്. നമുക്ക് ഇങ്ങനെ ഇന്നോവേഴ്സ് ഒക്കെ ഇട്ട് വെക്കാം അങ്ങനെ ഒക്കെ. ക്യൂട്ട്. നിനക്ക് എത്ര ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ മതിയാവൂല, ബിക്കോസ് യു ഹാവ് ലോട്ട്സ് ഓഫ് സ്റ്റഫ്സ്. സോ ഞാൻ ആക്ച്വലി അതിൽ ഫുൾ ഓർഗനൈസ് ചെയ്ത് വെച്ചായിരുന്നു, കണ്ടായിരുന്നില്ലേ? പിന്നെ ഒറ്റടിക്ക് എടുക്കുമ്പോ ഒരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനെ എടുത്താൽ മതി. ഇത് പിന്നെ അതിൽ വെച്ചാൽ മതി. നല്ലതാ. ഇങ്ങനത്തെ ഓർഗനൈസർ ഇല്ല. ഇതിൽ വേറെ കളർ ഉണ്ടായിരുന്നു, ക്രീം. Then definitely I'll go for pink. കഴിഞ്ഞോ? Oh man, this is empty. എന്തായാലും നിന്റെ റിയാക്ഷൻ കണ്ടിട്ട് I'm happy സുനു.
ഞങ്ങൾ നേൽസ് നോക്കിയായിരുന്നു. നോട്ട് പ്രിറ്റി. നല്ല വൃത്തിയല്ലായിരുന്നു. കൊള്ളൂല, അത് എനിക്ക് മേടിക്കാൻ തോന്നുന്നില്ല. ഇനിയും ഉണ്ട് അവിടെ കുറെ സ്റ്റഫ്സ്. എന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ നെറ്റും ഗൈസ്. ഞാൻ സോനുണ്ട് ഒരു നൈറ്റി അല്ല ഒരു ഇതൊക്കെ ഇട്ടിട്ട് ലോട്ട്സ് ഓഫ് സ്റ്റഫ്സ് കുറെ ഉണ്ടായിരുന്നു. ദെൻ ഐ വാസ് കൺഫ്യൂസ്ഡ്. ഓക്കെ ഏത് ഇഷ്ടപ്പെടുക ഏത് ഇഷ്ടപ്പെടുക. 1-2 ഐറ്റംസ് എടുത്ത് വന്നപ്പോ പിങ്ക് ആയി എല്ലാം. അപ്പൊ ഇറ്റ്സ് ലൈക്ക് എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സെക്കൻഡ് ഫേവറേറ്റ് കളർ പിങ്ക്. ഫസ്റ്റ് ബ്ലാക്ക് ആണ് ആൻഡ് ഹെർ ഫസ്റ്റ് ഫേവറേറ്റ് കളറാണ് പിങ്ക്. ഇറ്റ്സ് ലൈക്ക് പിങ്ക്. പിന്നെ ബോ ഇപ്പത്തെ ട്രെൻഡാണ്. അതുപോലെ ബോ വെച്ചിട്ടുള്ളതെല്ലാം എടുത്ത്. ആൻഡ് ഇന്ന് വന്നിട്ട് ഞാൻ ഒന്ന് എടുത്ത് നോക്കി. നല്ലതാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇന്ന് വന്ന് എടുത്തിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഐ വാസ് ലൈക്ക് കുറഞ്ഞു പോയി, മതിയായില്ല. ബിക്കോസ് ഇവരൊക്കെ വല്ല സംഭവമാണല്ലോ കൊടുത്തത്. എനിക്ക് കുറച്ചുകൂടെ വേണം ഐറ്റംസ്. ദെൻ പിന്നെ റേറ്റിലൊക്കെ കാര്യമില്ല. അവളുടെ എക്സ്പ്രഷൻ റിയാക്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലറിഞ്ഞു ഗൈസ്. ബിക്കോസ് അടിപൊളിയായിരുന്നു. ഷീ ലവ് സച്ച് തിങ്സ്. എനിക്കും ഞാൻ പണ്ട് തൊട്ടേ ഈ പിങ്ക് കളർ ക്യൂട്ട് തിങ്സ് ഹലോ കിറ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനത്തെ ഒക്കെ എടുക്കണം. അപ്പോൾ സെയിം ടേസ്റ്റാണ് മകൾക്ക്. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വാച്ച്, ബേബിയുടെ ഡയമണ്ട് ചെയിൻ, റിങ്, ഓൾ ദി സ്റ്റഫ്സ്. അഞ്ചും ഷീ നെയിൽഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. നമ്മുടെ ഹാർട്ടും എടുത്ത് അഞ്ചും. അപ്പോൾ താങ്ക്സ് ടു എവ്രിബഡി. ദ ബർത്ത്ഡേ വാസ് വെരി ഗുഡ് ആക്ച്വലി. ഇനിയും സുനുമോൾക്ക് ഇതിന്റെ 10 ഇരട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് എത്തട്ടെ ഇൻഷാല്ലാ. അവിടെ എല്ലാ ബർത്ത്ഡേയും അടിപൊളിയാവട്ടെ. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വി ലവ് യു. That is so pretty അല്ലേ? Cute one. Nice. അപ്പോ എന്താ പറയാനുള്ള പറയൂ. ഫസ്റ്റ് ഒരു ബെഡ്റൂം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിങ്ക് ഏരിയ ഇങ്ങനെ കുറച്ച് പിങ്ക് എല്ലാം പിങ്ക്. ആ നൂഡിൽസ് പോലും പിങ്ക്. സുനു പിക്ചർ എടുത്താരട്ടെ സുനു? പിക്ചർ ഓക്കെ വൈൻഡ് അപ്പ് ചെയ്തോ. നമുക്ക് പിക്ചർ എടുക്കാം. അപ്പോ എന്താ പറയൂ. ഞാൻ ഇപ്പൊ എന്നിട്ട് ഞാൻ പറയാൻ പോയതാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ആക്കിയിട്ട് ഹൈലൈറ്റിലിട്ടാ നമുക്ക് എല്ലാം കാണാം. നമുക്ക് അറേഞ്ച് ചെയ്തിട്ടും അല്ല എനിക്ക് എന്തായാലും പിക്ചർ എടുക്കണം. അവർക്ക് തമ്മിൽ ഇടണം. അത് ഇടണം. അല്ലാതെ രണ്ടും ഇടണം. ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോണതും ഒരു ഇതായിട്ട് അത് സെറ്റ് ആക്കി ഭാവിയിലേക്ക് ഹൈലൈറ്റ്സ് എടുത്ത് നോക്കാലോ. അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ. ഞാൻ ഫുൾ മനസ്സ് നിറഞ്ഞു. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെലിബ്രേഷന്റെ 14th വർഷത്തിലൊരു അല്ല വർഷത്തിലൊരു 2 വേർഡ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. നല്ല ശരി. പക്ഷെ ഞാൻ അത്ര എക്സ്പ്രഷൻ ഇടാറില്ല. അല്ല എനിക്ക് എക്സ്പ്രഷൻ വരാറില്ല. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എന്തോ ഭയങ്കര ഇഷ്ടല്ലേ. ഞാനും ഇതിനെ അധികം എക്സ്പ്രഷൻ എനിക്ക് നാളോളം എക്സ്പ്രഷൻ. ഇപ്പൊ മനസ്സിലായില്ലേ അത് വേണമെന്ന് നമ്മ ഇടണല്ല. അത് വന്നാണുള്ളത്. മനസ്സിലായില്ലേ? ബാക്കി എല്ലാവർക്കും വന്നോന്നുണ്ടായിരുന്നു. ഇപ്പോഴുള്ള പോലെ മമ്മക്കല്ല ജീത്തക്കൊക്കെ എല്ലാവർക്കും വന്നോന്നുണ്ട്. പക്ഷെ ഈ ടൈമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ വെക്കേഷനും ഇല്ല. പിന്നെ അവിടെ എല്ലാരും ഉണ്ട്. പിന്നെ റഫീഖൊക്കെ വയ്യ. എല്ലാവർക്കും അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവര് എന്തായാലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടില്. അവരുടെ ഒക്കെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഇല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ല. അവര് വേഗം അടുത്തന്നെ മമ്മ അടുത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും കാണാന്ന് വിശ്വസിക്കണം. അവള് വേറെ ലോകത്തിലാണ്. അവള് വേറെ ലോകത്തില്. പറ സുനു. ഓക്കെ 2 കപ്പുകള്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാരും തന്ന ഗിഫ്റ്റ്സും എല്ലാവരുടെ വിശ്വസിന് താങ്ക് യു പറയുന്നു. ഞാൻ കൊറേ ഞാൻ റിപ്ലൈ ട്രൈ ചെയ്തു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വിഷ് ചെയ്തതിന്. ഇനി ഇത് തന്നെയില്ലേ ഗൈസ്. ഇവിടെ പച്ചപ്പാതര വരെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പോയി ഉറങ്ങാൻ പോണു ഗൈസ് ഇപ്പൊ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ബാക്ക് ടു സ്കൂൾ ഹോളായിരിക്കും. അതിപ്പോ ബാക്ക് ടു സ്കൂൾ ഇപ്പൊ ഭയങ്കര ലേറ്റ് അവിടെ ആ ഓരോ വീഡിയോസ് എടുക്കും. അതങ്ങോട്ട് മാറ്റി വെക്കും. സ്കൂൾ അടിക്കൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടല്ല. സ്കൂൾ ട്യൂഷൻ അതാണ് ലേറ്റ് ആണ്. കാരണം ഇപ്പൊ 9th കൂടെ ആയതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും. ഗിഫ്റ്റ്സിന്റെ ഒക്കെ സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഭംഗി വെച്ച പോലെ. ആന്നേ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.